എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 5:10 മുതൽ 12 വരെ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സാധ്യതകളുടെ മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം നമ്മെ എത്തിച്ചിരിക്കുന്നുവല്ലോ. ഒരു വിശ്വാസ ജീവിതത്തിൽ വരുന്ന പോരാട്ടങ്ങളെക്കുറിച്ച്, കഷ്ടതകളെയും എതിർപ്പുകളെയും കുറിച്ച് ഈ വേദഭാഗത്ത് കർത്താവ് പറയുകയാണ്. വിശ്വാസ ജീവിതത്തിലുണ്ടാകുന്ന എതിർപ്പുകളുടെ നടുവിൽ വിശ്വാസി എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൽ നമുക്ക് നേരിടുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, എതിർപ്പുകൾ ഇവ എങ്ങനെ തരണം ചെയ്യണമെന്ന് പഠിക്കാൻ ഈ ഭാഗം നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. വിശ്വാസ ജീവിതം ആരംഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ തിരിച്ചറിവുണ്ടാകുന്ന ചില കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതം കഷ്ടതയുടെ മാർഗമാണ് എന്നുള്ളതാണ്. കർത്താവുമായി ചേരുന്നത് വരെ ചില കാര്യങ്ങളിൽ, അതായത് ചില പോരാട്ടങ്ങൾക്ക് അത്ര തീക്ഷ്ണത ഉണ്ടായി എന്ന് വരില്ല. എന്നാൽ ദൈവത്തോടുള്ള ബന്ധം ഗാഢമായി കാത്തു സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ പോരാട്ടങ്ങളുടെ ആഴം വർദ്ധിക്കും. നമ്മൾ നിൽക്കുന്നത് പോർക്കളത്തിലാണ് എന്ന് അപ്പോൾ തിരിച്ചറിയും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യകരവും സന്തോഷകരവും ആനന്ദദായകവുമായ ജീവിതമാണ്. എന്നാൽ കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള ജീവിതം കഷ്ടതയുടെ മാർഗം കൂടെയാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിലേക്കും ഈ രക്ഷയുടെ അനുഭവത്തിലേക്കും തീരുമാനത്തിലേക്കും പ്രതിഷ്ഠയുടെ അനുഭവത്തിലേക്കും കടന്നു വരുമ്പോൾ ചിലർ പറയുന്നത്, ഇതുവരെയും എനിക്ക് ഇതുപോലെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിട്ടിട്ടില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ പ്രയാസങ്ങൾ നേരിടുന്നു. അത് വളരെ ശരിയാണ്. എല്ലാ കാലഘട്ടത്തെക്കാളും ക്രിസ്തീയ വിശ്വാസത്തിന് പോരാട്ടം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. 20-ാം നൂറ്റാണ്ടിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലേക്കാളും ക്രിസ്തീയ വിശ്വാസത്തിലുണ്ടായിരുന്ന എതിർപ്പുകൾ വർദ്ധിച്ചത്. കൂടുതൽ ആളുകൾ വിശ്വാസത്തിന് വേണ്ടി മരിച്ചതും ഈ കാലഘട്ടങ്ങളിലൊക്കെയാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലോകത്തിൽ ഉള്ള കഷ്ടം. അതാണ് ഒന്നാമത്. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്. യോഹന്നാൻ 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിലാണ് നമുക്ക് കഷ്ടമുള്ളത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലാണ്. ഒരു കർത്തൃദാസൻ പറഞ്ഞു, എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും സ്വർഗത്തിലാണെങ്കിലും കാല് ഭൂമിയിലാണ്. കാരണം നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പോൾ സ്വർഗീയമായ കാര്യങ്ങളെ കൊണ്ടാണ് മനസ്സ് നിറഞ്ഞിരിക്കുന്നതെങ്കിലും കാൽ ഭൂമിയിൽ തന്നെയാണ്. കർത്താവ് പറഞ്ഞു, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യോഹന്നാൻ 17-ാം അധ്യായത്തിലാണ്, മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞതാണ്. ഈ ഭൂമിയിൽ വന്ന് പിറക്കുവാൻ ദൈവം അനുവദിച്ചത് കൊണ്ട് നാം ഇവിടെ വസിക്കുന്നു. അതിന് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഇപ്പോൾ നമ്മെ ലോകത്തിൽ ആക്കിയിരിക്കുകയാണ്. നാം ലോകത്തിലായതല്ല എന്ന് മാത്രമല്ല, യോഹന്നാൻ 17-ാം അധ്യായത്തിൽ പറയുന്നു, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ
ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഈ ലോകത്തിൽ ആക്കി എന്ന് മാത്രമല്ല, തൻ്റെ നിയോഗപ്രകാരം നമ്മെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അയക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിൻപിൽ ഒരു വലിയ പ്രവൃത്തിയുണ്ട്. ഒരു സ്ഥാനത്തേക്ക് ഒരാളെ അയച്ചു എന്ന് പറയുമ്പോൾ ഒരു നിയോഗത്തോടു കൂടെയാണ് അയക്കുന്നത്. അപ്പോൾ നമ്മെ ഈ ലോകത്തിലേക്ക് കർത്താവ് അയച്ചതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് നാം ആയിരിക്കുന്ന സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ടത്. സ്വർഗീയമായ ആത്മീയതയുടെയും ഭൗമികമായ അനുഭവത്തിൻ്റെയും സങ്കലനമാണ് നമ്മുടെ ജീവിതം. നമുക്കുള്ള ആത്മീയ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കിടണം. അതുകൊണ്ട് നാം ഈ ലോകത്തിലാകുന്നു എന്നും ലോകത്തിലേക്ക് അയക്കപ്പെട്ടവരാണെന്നും എപ്പോഴും ഓർത്തിരിക്കണം. ഈ ലോകത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് പോരാട്ടമുണ്ടാകുന്നത്? ദൈവം സ്നേഹിച്ച ലോകമാണ് ഇത്. യോഹന്നാൻ 3:16 അങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഒരു വിശ്വാസ ജീവിതത്തിനെതിരായി നിൽക്കുന്നത് ഈ ലോകം പൈശാചികൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അന്ധകാരത്തിൻ്റെ പ്രഭുവിൻ്റെ കീഴിലാണ് ലോകം. അപ്പോൾ ആ ലോകം ഒരിക്കലും കർത്താവിന് അനുകൂലമല്ല. എന്തുകൊണ്ടാണ് ഒരു വിശ്വാസ ജീവിതത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഈ ലോകം കഷ്ടത നൽകുന്നത്? 1-2 കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ഒന്ന്, കർത്താവിനെ ഈ ലോകം സ്വീകരിച്ചില്ല. മത്തായി 5-ാം അധ്യായത്തിൽ പറയുന്നു, നീതി നിമിത്തം, എൻ്റെ നിമിത്തം. ഇത് രണ്ടും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രയും എതിർപ്പ് വരികയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് എതിർപ്പ് വരുന്നത്? അവൻ്റെ നാമനിമിത്തം നാം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ലോകം നമുക്ക് എതിരായി നിൽക്കുന്നത്. ലോകം അവനെ പകച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ലോകം കർത്താവിനെ പകച്ചത് കൊണ്ടാണ് നമ്മയും പകയ്ക്കുന്നത്. അപ്പോൾ നാം യേശു ക്രിസ്തുവിൻ്റെ വകയാണെന്നും ശിഷ്യരാണെന്നും സാക്ഷികളാണെന്നും പറഞ്ഞു കഴിയുമ്പോൾ ലോകം അവനെ പകച്ചത് കൊണ്ട് നമ്മയും പകയ്ക്കും. കാരണം ദൈവം വെളിച്ചമാകുന്നു. ഇരുട്ടിന് വെളിച്ചത്തെ സ്നേഹിക്കാൻ ഒരു നാളും കഴിയില്ല. തിരുവചനം പറയുന്നു, മനുഷ്യൻ ഇരുട്ടിനെ സ്നേഹിച്ചുവെന്ന്. അപ്പോൾ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കാതെ ലോകം പകച്ചുവെങ്കിൽ വെളിച്ചത്തിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെയും ലോകം പകയ്ക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിൽ കൂടി പോകുമ്പോൾ അമ്പരന്ന് പോകരുത്, അതിശയിച്ചു പോകരുത് എന്ന് പത്രോസ് എഴുതിയ ലേഖനം, അത് 1 പത്രോസ് 4:12 നമ്മൾ വായിക്കുന്നതാണ്. കാരണം ഈ ലോകത്തിലേക്ക് വെളിച്ചമായി വന്ന കർത്താവിനെ ലോകം പകച്ചു. രണ്ടാമത്തെ ഒരു ചിന്ത, കർത്താവിൻ്റെ സുവിശേഷം ലോകം വളരെ വേഗം അംഗീകരിക്കുന്ന ഒരു സന്ദേശമല്ല. പലപ്പോഴും കൂടുതൽ എതിർപ്പുകൾ നമുക്ക് വരുന്നത് സുവിശേഷം പ്രഖ്യാപനങ്ങളിലൂടെയും സുവിശേഷ ജീവിതത്തിലൂടെയുമാണ്. നമുക്ക് തന്നെ അതിശയം തോന്നും. കാരണം കർത്താവിൻ്റെ സുവിശേഷം കൃപയുടെ വചനമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു, സൗജന്യമായി രക്ഷ നൽകപ്പെടുന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതെല്ലാം സൗജന്യമായ രക്ഷയുടെ സന്ദേശമാണ്. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം. എന്നാൽ മനുഷ്യജാതിക്ക് സന്തോഷം എന്ത് എന്ന് ചോദിച്ചാൽ നേടിയെടുക്കുന്നതിലാണ് മനുഷ്യർക്ക് താല്പര്യം. കർത്താവിൻ്റെ അടുത്ത് വന്ന് ന്യായശാസ്ത്രി ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ചെയ്ത് പ്രാപിക്കുന്ന രക്ഷയാണ് മനുഷ്യരുടെ ഇടയിൽ കൂടുതൽ ആകർഷകമായത്. ഇന്ന സ്ഥലത്ത് ഇത്ര ദൂരം സഞ്ചരിച്ച് ഇന്നതുപോലെയൊക്കെ ചെയ്താൽ ആത്മരക്ഷ പ്രാപിക്കാം എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഒരു പക്ഷെങ്കിൽ നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. എന്ത് ചെലവ് ചെയ്യാനും മടിയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള സൗജന്യമായ രക്ഷ തരുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ
വൈമുഖ്യം കാണിക്കും. കാരണം ചെയ്ത് പ്രാപിക്കുന്നത് മനുഷ്യൻ്റെ അഹന്തയ്ക്ക് സന്തോഷമാണ്. സൗജന്യമായി സ്വീകരിക്കുന്നത് അവൻ്റെ അഹന്തയെ ഹനിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവ് വെച്ച് നീട്ടുന്ന സൗജന്യമായ രക്ഷ സ്വീകരിക്കാൻ നമ്മുടെ അഹന്ത പലപ്പോഴും നമ്മളെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വിശുദ്ധ അഗസ്റ്റിനെ വരുമ്പോൾ അദ്ദേഹത്തെ പ്രവേശിക്കുമ്പോൾ പറയുന്നു, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ തൻ്റെ ജഡിക ഇച്ഛ മാത്രമല്ല തന്നെ തടുത്തു നിർത്തിയത്. തൻ്റെ ബുദ്ധി, ജ്ഞാനം, അഹന്ത ഇവയെല്ലാം തടസ്സങ്ങളായിരുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കാൻ അവർക്ക് മനസ്സില്ലാത്തതാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 22-23 പൗലോസ് പറയുന്നത്, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. പുതിയ ഒരു പ്രഭാതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകം യേശുക്രിസ്തുവിനോട് എങ്ങനെയെല്ലാം പ്രതികരിച്ചുവോ അതിനേക്കാൾ ഉപരിയായി ഒന്നും ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരാൾക്ക് പ്രതീക്ഷിക്കാനില്ല. ഈ ലോകം കഷ്ടതയുടെ ലോകമാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടേണ്ടി വരും. യേശുക്രിസ്തുവിനെ പ്രതി ഉപദ്രവിക്കപ്പെടേണ്ടി വരും. അതാണ് ക്രിസ്ത്യാനിറ്റി. ലോകം നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ അതാണ്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. ദൈവവചന അടിസ്ഥാനത്തിലുള്ള ജീവിതവും ദൈവരാജ്യത്തിന് യോജിച്ച രീതിയിലുള്ള ജീവിതവും നയിക്കാൻ നിശ്ചയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളും ഉപദ്രവങ്ങളും ഉള്ളിലും പുറത്തുമുണ്ടാകും. അതിനെ തരണം ചെയ്യാനുള്ള കരുത്ത് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. അതിൻ്റെ പേരാണ് കൃപ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. പുതിയ ദിവസത്തിൽ അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവെ നൽകുന്ന എല്ലാ അനുഭവങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമേ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരുടെ ഗണത്തിൽ, ക്രിസ്തുവിനെ പ്രതി ഉപദ്രവിക്കപ്പെടുന്നവരുടെ ഗണത്തിൽ ജീവിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള കരുത്തും നൽകണമേ. നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിശേഷമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.